ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ കഥാമൃതം എന്ന ഈ ഒരു സീരീസ് ഭാഗവതം ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ തുടർച്ചയായിട്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ എല്ലാ ശ്ലോകങ്ങളും വായിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് എന്ന് ചെറുതായിട്ട് നമുക്കൊരു സംക്ഷിപ്തം വിവരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1, 2, 3 ശ്ലോകങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടു. അത് വസ്തുനിർദ്ദേശം, ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം, പിന്നെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാധുര്യം. ഇതാണ് നമ്മൾ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ കാണുന്നത്. അതിനുശേഷം 4 മുതൽ 8 വരെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അവിടെ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ നൈമിഷാരണ്യത്തിൽ ശൗനക ആദികളായിട്ടുള്ള ഋഷിമാർ വന്നിട്ട് ഒരു സത്രം, ലോകത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, എല്ലാ ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം. അപ്പോൾ അവരവിടെ അങ്ങനെ അവരുടെ പ്രാതകാലത്തെ സ്നാന ആദി കർമ്മങ്ങൾക്ക് ശേഷം അവരവിടെ ഒരു വിശിഷ്ട വ്യക്തിയെ ആദരിച്ച് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു സെനാരിയോ അല്ലെങ്കിൽ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. സൂത ഗോസ്വാമി എന്നാണ് ആ ഒരു പ്രീച്ചർ അല്ലെങ്കിൽ പ്രവക്താവിൻ്റെ പേര്. ശൗനകാദി ഋഷികൾ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ആദരിച്ച് അദ്ദേഹത്തിന് ഇരിപ്പിടമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ആചാരപൂർവം വന്നിട്ട് അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആ പ്രവക്താവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. അതായത് സൂത ഗോസ്വാമി യുടെ ശ്രീമദ് ഭാഗവതം പറയാൻ സൂത ഗോസ്വാമിക്ക് എന്താണ് പ്രവക്താവാകാനുള്ള യോഗ്യതകൾ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അതിനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മഹർഷിമാർ പറയുന്നു അദ്ദേഹത്തോട്, അങ്ങ് അനഘ ആണ്, അതായത് അങ്ങേക്ക് കളങ്കമൊന്നുമില്ലാത്തവനാണ്. 2, അങ്ങ് വേദശാസ്ത്രങ്ങളെ എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അധീതാനി, ഒരു ശ്ലോകത്തിൽ നമ്മൾ കേട്ടതാണ് അധീതാനി. പിന്നെ പുരാണങ്ങളെയും എല്ലാ വേദസാഹിത്യങ്ങളെയും അങ്ങ് വളരെയധികം കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങേക്ക് പറഞ്ഞു തരാൻ കഴിയും. ആഖ്യാതാനി. അപ്പോൾ അനഘ, അധീതാനി, ആഖ്യാതാനി, ഇതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സൂത ഗോസ്വാമിയുടെ ഗുണങ്ങൾ. പിന്നെ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അങ്ങ് വേദവിദാം ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. അതായത് വ്യാസദേവന്റെയും മറ്റ് മുനിമാരുടെയും കയ്യിൽ നിന്നും ഭാഗവതം ശ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പരമ്പര വഴി വരുന്ന ജ്ഞാനം വന്നിട്ട് അങ്ങേക്ക് വളരെയധികം കാര്യമായി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം അങ്ങ് വേദവിദാം ശ്രേഷ്ഠൻ ആണ്. 7ാമത്തെ ശ്ലോകം. പിന്നെ 8ാമത്തെ ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരെല്ലാം അങ്ങേക്ക് ഈ ജ്ഞാനം പകർന്നു തന്നത് എന്ന് ഉള്ള അങ്ങയുടെ ഗുണം എന്താണ്? അങ്ങ് സൗമ്യനും സ്നിഗ്ധനുമാണ്. സൗമ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ജെന്റിൽ അല്ലെങ്കിൽ വളരെ വിനയമുള്ളവൻ ആണ്. പിന്നെ സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ മുന്നിൽ ശരണം പ്രാപിക്കുന്നവനാണ്. ഇത് 3 ഈ ഗുണങ്ങളാണ് സൂത ഗോസ്വാമിയുടെ ഗുണങ്ങളായിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ ആ 8ാമത്തെ ശ്ലോകങ്ങൾ കഴിയുന്നതിന് ശേഷം 9ാമത്തെ ശ്ലോകം മുതൽ 23ാമത്തെ ശ്ലോകം വരെയാണ് ഈ 1ാമത്തെ ചാപ്റ്റർ, ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ വന്നിട്ട് ഉള്ളത്. ആ 23ാമത്തെ ശ്ലോകം വരെ ഇവർ 6 ചോദ്യങ്ങൾ സൂത ഗോസ്വാമിയോട് ചോദിക്കും. 6 ചോദ്യങ്ങൾ. അതായത് ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് അവർ സത്രം ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ 6 ചോദ്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവർ ചോദിക്കുകയാണ്. അപ്പോൾ 9ാമത്തെ ശ്ലോകം മുതൽ 23ാമത്തെ ശ്ലോകം വരെ ഈ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം അവർ ഹരിനാമത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഭക്തന്മാരുടെ മഹത്വത്തെക്കുറിച്ചും സ്പെസിഫിക്കലി, അതായത് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളുടെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ അവർ പറയും. അതിനോടൊപ്പം തന്നെ 6 ചോദ്യങ്ങളും ചോദിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്നും എന്താണ് ഹരിനാമത്തിന്റെ മഹത്വം എന്നും ഒക്കെ നമ്മൾക്ക് കേൾക്കാം. അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ
कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन जमुनातीरवनचारी जमुनातीरवनचारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। हरे कृष्ण। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः। ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അജാമില പ്രഭു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ശ്ലോകം ഇവിടെ ഷെയർ ചെയ്യും. ഓക്കെ, 9ാമത്തെ ശ്ലോകം. ശരി, ശ്രീമദ് ഭാഗവതത്തിലെ 9ാമത്തെ ശ്ലോകം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയസ് തന്ന ശംസിതുമർഹസി. എന്താണ് ഇവിടെ സൂത ഗോസ്വാമിയോട് ശൗനക ആദി ഋഷിമാർ ചോദിക്കുകയാണ്, സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി ദീർഘായുസ്സുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരമവുമായ നന്മ എന്തെന്ന് ദയവായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായി വിവരിച്ചു തന്നാലും. 2 കാര്യങ്ങളാണ്. ഇതാണ് ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുന്നത്. എന്താണ്? ക്വസ്റ്റ്യൻ 1, ആദ്യത്തെ ചോദ്യം എന്താണ്? അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ പീപ്പിൾ, അതായത് സാമാന്യ ജനങ്ങൾക്ക് ഏറ്റവും പരമമായിട്ടുള്ള നന്മ എന്താണ് എന്ന്. പൂർണ്ണവും പരമമായിട്ടുള്ള നന്മ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇനിയൊരു രണ്ടാമതൊരു ഓപ്ഷന്റെ ആവശ്യമേ ഇല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഓപ്ഷന്റെ ആവശ്യമില്ല. അതാണ് ആ പൂർണ്ണം എന്നതിൻ്റെ അർത്ഥം. പരമം എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം ഇനിയൊരു ലക്ഷ്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. ഈ 2 വാക്കുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. എന്താണ്? തത്ര അഞ്ജസ ആയുഷ്മാൻ, അല്ലയോ സൂത ഗോസ്വാമി, ആയുഷ്മാൻ എന്നാണ് വിളിക്കുന്നത്. ഭവത യത് വിനിശ്ചിതം പുംസാം, പുരുഷൻ അല്ലെങ്കിൽ ലോകത്തിന്റെ എന്നാണ്. പുംസ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ എന്നാണ് സാധാരണ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് എന്ന് പറയും.
ഏകാന്തത. ഏകാന്തത എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമാണ് അൾട്ടിമേറ്റ് ഗുഡ് ആയിട്ടുള്ളത്. ഏകാന്തത ശ്രേയ, പരമമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള എന്താണ് അത്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് മനസ്സിലായി. അവരെന്താണ് ചോദിക്കുന്നത്? ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലെ? ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും, പ്രപഞ്ചത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ പരമമായിട്ടും പൂർണ്ണമായിട്ടുമുള്ള നന്മ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കും സൂത ഗോസ്വാമി ഒരുപാട് വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച ആളാണല്ലോ, അതുകൊണ്ട് സൂത ഗോസ്വാമി വേണമെങ്കിൽ അതെല്ലാം പറഞ്ഞിട്ട് അവരോട് പറയും. അതായത് ശൗനകാദി ഋഷികൾ, അവരും വളരെയധികം ബുദ്ധിമാന്മാരാണല്ലോ. ഈ ഋഷിമാർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരല്ലല്ലോ. അവരെല്ലാം വളരെയധികം ബൗദ്ധികപരമായിട്ടുള്ള ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് സൂത ഗോസ്വാമി ഇതെല്ലാം, സൂത ഗോസ്വാമിക്ക് അറിയാവുന്ന വ്യാസദേവന്റെ രചിതമായിട്ടുള്ള എല്ലാ ധർമ്മശാസ്ത്രങ്ങളെയും പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്നും ഏറ്റവും പരമമായത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അവർ ചിന്തിച്ചിട്ട് അടുത്തത് അവർ പറയുന്നത് എന്താണ്? സരളമായി വിവരിച്ചു തന്നാൽ. എന്താണ്? അത്രയധികം വേദശാസ്ത്രങ്ങളെ മുഴുവൻ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് അവർ ആദ്യമേ തന്നെ സൂത ഗോസ്വാമിയോട് പറയുന്നു. ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് മുഴുവൻ പറഞ്ഞിട്ട് അതിനകത്തു നിന്നും ലോകത്തിന്റെ നന്മയായിട്ടുള്ള പൂർണ്ണമായും പരമമായിട്ട് ഉള്ള കാര്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയില്ല. ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? അതാണ് അടുത്ത ശ്ലോകത്തിൽ അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇതിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തത് എന്ന് ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണ്? 10ാമത്തെ ശ്ലോകത്തിൽ അവർ പറയുന്നു, കലിയുഗത്തിലെ ജനങ്ങളുടെ വളരെ വിശേഷപ്പെട്ട കുറച്ച് ഗുണങ്ങളെക്കുറിച്ച്. അതാണ് കാരണം. ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അതിനകത്തു നിന്നും അതിൻ്റെ എസൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സരളമായിട്ടുള്ള ഏറ്റവും പൂർണ്ണമായിട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പ്രായേണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുത. വളരെയധികം നല്ല നല്ല ക്വാളിറ്റീസ് ആണ് നമുക്കുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ക്വാളിറ്റീസ് നല്ലതല്ല. ആ കലികാലത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അവരെ ഈ ആത്മജ്ഞാനം നേടുന്നതിൽ നിന്നും വിലക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ബൗദ്ധികപരമായിട്ടുള്ള കഴിവിനെ കുറയ്ക്കുന്ന തരത്തിലുള്ള ഗുണങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കലികാലത്തില്, ഈ യുഗത്തില് മനുഷ്യര് എന്താണ്? അല്പായുസ്സുക്കളാണ്. നമുക്കറിയാം, പണ്ടുള്ള യുഗങ്ങളിലെ ജനങ്ങളുടെ ആയുസ് നമ്മൾ കേട്ടിട്ടുണ്ട്. 1,00,000 വർഷം, പിന്നെ 10,000 വർഷം, പിന്നെ 1000 വർഷം, പിന്നെ 100 വർഷം. സത്യം, ത്രേത, ദ്വാപര, കലി, ഇങ്ങനെ ആ വയസ്സും അനുസരിച്ചാണ് അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നത്? അവരുടെ അൾട്ടിമേറ്റ് ഗുഡ്, അതായത് പരമലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. സത്യയുഗത്തിലും മിക്കവാറും എല്ലാവരും വന്നിട്ട് വളരെയധികം സാത്വികരായിരിക്കും. സത്വഗുണത്തിൽ വളരെയധികം കൂടിയ സ്വഭാവമുള്ളവരായതുകൊണ്ട് അവര് ദിനം വന്നിട്ട് അവരെന്ത് ചെയ്തിരുന്നു? അവരുടെ ആ 1,00,000 വർഷം ആയുസുള്ള അവരെന്ത് ചെയ്തിരുന്നു? ഒരുപാട് തപശ്ചര്യകളൊക്കെ ചെയ്തിരുന്നു. സത്യയുഗത്തിൽ വന്നിട്ട് തപശ്ചര്യ കൊണ്ടാണ് ആൾക്കാരെ എന്ത് ചെയ്തിരുന്നത്? ഭഗവാനെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അത് ത്രേതായുഗത്തിൽ വന്നപ്പോഴേക്കും 1000 വർഷമായി. അപ്പോൾ 10,000 വർഷമായി. അപ്പോൾ 10,000 വർഷം ഉള്ളപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. യജ്ഞവും മറ്റ് ഹവനം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ ആരാധിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ദ്വാപരയുഗം വരുമ്പോഴേക്കും അത് 1000 ചുരുങ്ങി. അപ്പോൾ ആൾക്കാർ അവരുടെ അൾട്ടിമേറ്റ് ഗുഡ്, അല്ലെങ്കിൽ അവരുടെ പരമലക്ഷ്യത്തെ, അതായത് ഭഗവാനിലേക്ക് ഉള്ള അവരുടെ യാത്രയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സരളമാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? പിന്നെ ക്ഷേത്രത്തില് ഭഗവാന്റെ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ദ്വാപരയുഗത്തില് അവര് എന്ത് ചെയ്തിരുന്നത്? ഈ തരത്തിലുള്ള പരമലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്, അവര് ശ്രമിച്ചിരുന്നത്. പക്ഷേ കലിയുഗം എന്ന് പറയുന്നത് നമുക്ക് ആയുസ്സില്ല. പ്രായണ അല്പായുഷ, നമ്മൾക്കറിയാം. കൂടി വന്ന 70-75 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതും അതിൽ അപ്പുറം പോകുന്ന ആൾക്കാർക്ക് വളരെയധികം
അപൂർവമാണ്. ഈ 75 വയസ്സ് വരെ ജീവിച്ചാലും നമ്മളെല്ലാവരും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. അതിപ്പോൾ ഇതിനകത്ത് പറയും. പ്രായേണ അല്പായുഷ സഭ്യ. സഭ്യ എന്ന് വിളിക്കുന്നത് ആ വ്യക്തിയെയാണ്, സൂത ഗോസ്വാമിയാണ് വിളിക്കുന്നത്, സഭ്യ എന്ന് വിളിക്കുന്നത്. കലോ അസ്മിൻ യുഗേ ജന. കലിയുഗത്തിലെ ജനങ്ങൾക്ക് എന്താണ് പ്രശ്നം? പ്രായേണ അല്പായുഷ, ഒന്നാമത്തെ ക്യാരക്ടർ അതാണ്. 2 മന്ദ. മന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയന്മാരാണ്. നമ്മളോട് ആരെങ്കിലും വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 100 എക്സ്ക്യൂസസ് ഉണ്ടാവും. എന്താണ്? ഇതിന് മാത്രം നമുക്ക് സമയമില്ല, മടിയാണ്, മടി. ബാക്കി എല്ലാ കാര്യത്തിനും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് വന്നിട്ട് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സെൽഫ് റിയലൈസേഷൻ എന്നത് മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മന്ദ ആണ്. സുമന്തമതയ എന്ന് പറഞ്ഞാൽ ഈ മടിയന്മാരായിട്ടുള്ള ജനങ്ങളുടെ നേതാക്കന്മാരും ആരാണ്? മടിയന്മാരാണ്. മടിയന്മാരാൽ നയിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മൾ ഇലക്ട് ചെയ്തെടുക്കുന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് മോഡൽസായി വെക്കുന്ന ആൾക്കാരോ എല്ലാം എന്താണ്? മടിയന്മാർ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല നമ്മളും അവരും തമ്മിൽ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അവരുടെ താഴെയുള്ള അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പിന്തുടരുന്ന ആൾക്കാരെ ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവനാവണം എന്ന് പറയുന്നു. അച്ഛൻ, രാജാവ്, മാതാവ്, ഗുരു ഇവരെല്ലാവരും എന്ത് ചെയ്യണം? തൻ്റെ കീഴിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന ജനങ്ങളെ എന്ത് ചെയ്യണം? പരമലക്ഷ്യത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെ സ്വീകരിക്കരുത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾക്ക് നോക്കാം, നമ്മളുടെ നേതാക്കന്മാരോ മറ്റുള്ളവരോ ഒന്നും ഈ അൾട്ടിമേറ്റ് ഗുഡ് എന്നതിനെ കുറിച്ച് ചിലപ്പോൾ അവർക്ക് അറിയത്ത് പോലും ഉണ്ടാവുകയില്ല. അപ്പോൾ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ പറയുകയാണ്, മന്ദന്മാരാണ്, അല്പായുഷാണ്, മന്ദ, സുമന്ദമതയ, പിന്നെ തെറ്റായി നയിക്കപ്പെടുന്നവരാണ്. ബ്ലൈൻഡ്, ലീഡിങ് എ ബ്ലൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ത് സംഭവിക്കും? ഒരു കണ്ണ് കാണാത്ത വ്യക്തിയെ കണ്ണ് കാണുന്ന വ്യക്തിയല്ലേ നയിക്കേണ്ടത്. പക്ഷെ ആ വ്യക്തിയെ നയിക്കുന്നത് കണ്ണ് കാണാത്ത വ്യക്തിയാണെങ്കിൽ രണ്ടുപേരും കൂടി കുഴിയിൽ പോയി ചാടുകയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ് പോലെയാണ് ഈ സുമന്ദമതയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലികാലത്തെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളെല്ലാവരും ബ്ലൈൻഡാണ് ആധ്യാത്മികമായിട്ടും. നമ്മളെ നയിക്കുന്ന ചില ആൾക്കാരും എന്താണ്? ആധ്യാത്മികമായിട്ടും ബ്ലൈൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് പരമലക്ഷ്യം എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പൂർണ്ണവും ശ്രേയസ്കരമായിട്ടുള്ള ആ കാര്യം എന്നത് നമ്മൾക്ക് സരളമായിട്ട് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അവസരവും ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് മന്ദ, പ്രായണ അല്പായുഷ, മന്ദ, സുമന്തമതയ, മന്ദഭാഗ്യ, അൺലക്കി അല്ലെങ്കിൽ ഒട്ടും ഭാഗ്യമില്ലാത്തവർ. ഈ ഒരു ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. ഏറ്റവും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റുന്ന ജീവിവർഗം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവരവരുടെ ആ ഒരു ശരീരത്തിൽ വന്നിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ നായക്കോ അല്ലെങ്കിൽ ഒരു കുരങ്ങനോ ഒന്നും ആധ്യാത്മികപരമായിട്ട് ഉന്നത തലത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല. അവരവരുടെ ആ ഒരു ശരീരത്തിൽ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമോ അതിനെക്കുറിച്ച് മാത്രമേ ബോധവാന്മാരാകാറുള്ളൂ. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇത് 4ഉമാണ് ആ ജീവികൾക്ക് എല്ലാവർക്കും മുഖ്യമായിട്ടുള്ളത്. നോക്കിക്കോണം, നമ്മളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ധർമ്മത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികളാണ്. അതാണ് നമ്മളും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ശ്ലോകം പറയുന്നു, ആഹാര, നിദ്ര, ഭയ, മൈഥുനം ച സാമാന്യം ഏതത് പശുഭിർ നരാണാം. പശുവിനും നരനും തമ്മിൽ എല്ലാം സാമാന്യമായിട്ടുള്ളത് ഈ 4 കാര്യങ്ങളാണ്: ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. പക്ഷേ ധർമ്മോഹി തേശോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാന. അതായത് ധർമ്മം എന്നതിനെ കുറിച്ച്, നമ്മളുടെ അൾട്ടിമേറ്റ് ഗുഡിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള, നമ്മളുടെ പരമലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് നമ്മളെ അവരെയും തമ്മിൽ വേർതിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ നിർഭാഗ്യം കൊണ്ട് നമ്മളിത് മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടെ നിർഭാഗ്യവാന്മാരാണ്.
മന്ദഭാഗ്യ അതായത് ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും നമ്മൾ അതിലേക്ക് വരാൻ വന്നിട്ട് തയ്യാറാകുന്നില്ല. അത് നമ്മളുടെ നിർഭാഗ്യമാണ്. സുമന്ദ മതയ മന്ദഭാഗ്യ ഉപദ്രുത, അതാണ് അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്. ഡിസ്റ്റർബ്ഡ്. ഇന്ന് ഒരു നേരം നമ്മൾ സമാധാനമായിട്ടിരിക്കുമെങ്കിൽ അടുത്ത നിമിഷം നമ്മൾക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം വരും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള ആദി ദൈവിക, ആദി ആത്മിക, ആദി ഭൗതിക. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു. നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാരെ കൊണ്ട്, നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട്, എല്ലാം കൊണ്ടും നമ്മൾക്ക് എന്താണ്? ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ? ഇല്ല. മനസ്സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്ന് ഹവിസോ യജ്ഞങ്ങളോ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിഗ്രഹാരാധന ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും ഈ കലികാലത്ത് പ്രാവർത്തികമല്ല എന്നാണ് ഇവിടെ ഈ ഉപദ്രുത എന്ന പ്രക്ഷുബ്ധമായ മനസ്സും കൊണ്ട് നടക്കുന്ന നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ 5 ക്വാളിറ്റീസ് പറയുന്നു. 1 അല്പായുഷ, പിന്നെ സുമന്ദമതയ മന്ദഭാഗ്യ ഉപദ്രുത. അല്പായുസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മടിയന്മാരാണ്. സുമന്ദമതയ മടിയന്മാരാൽ നയിക്കപ്പെടുന്നവരാണ്. പിന്നെ മന്ദഭാഗ്യ നിർഭാഗ്യവാന്മാരാണ്. ഉപദ്രുത എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധമായ മനസ്സും കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലയോ സൂതഗോസ്വാമി, അങ്ങ് ഈ വേദശാസ്ത്രങ്ങളെ എല്ലാം ഒരുമിച്ച് പറഞ്ഞിട്ട് ഞങ്ങളോട് അതിനകത്ത് നിന്നും സാരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? വളരെ സരളമായിട്ട് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ 11ാമത്തെ ശ്ലോകത്തിൽ ഇതിൻ്റെ, അതായത് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം? സാരം, അല്ലേ? അപ്പോൾ നോക്കാം 11ാമത്തെ ശ്ലോകം. യെസ്, 11ാമത്തെ ശ്ലോകം. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അത സാധോത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ്? ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിലെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങളുണ്ട്. അതാണ് അവർ പറഞ്ഞത്. ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. കാരണം വേദശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരുപാട്. 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, പിന്നെ അവരുടെ സംഹിതകൾ, അതിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങൾ, എത്രയെത്ര ആചാര്യന്മാരുടെ കൃതികൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ എന്താണ് പ്രശ്നം? സുമന്ദ മതയ മന്ദഭാഗ്യ ഹി ഉപദ്രുത പ്രയണ അല്പായുഷ. അത് കാരണം എന്ത് സംഭവിക്കും? ഇത് വന്നിട്ട് മൊത്തമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അനേക വർഷ അഭ്യസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ. വർഷത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 വയസ്സ് വരെ കളിച്ചു കളയും. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കളിച്ചു കളയും. 15 വയസ്സ് മുതൽ യൗവനം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? മറ്റുള്ള വിദ്യാഭ്യാസം എന്ന രീതിയിൽ നമ്മൾ നേടുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇന്ദ്രിയ നിർവഹണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് മാത്രമാണ് പഠിപ്പിക്കുന്നത്. 5 വയസ്സിൽ സ്കൂളിൽ പോകും. അവൻ്റെ വിദ്യാഭ്യാസം 20, അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉന്നത നിലയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏകദേശം 25 വയസ്സ് വരെ ആയിരിക്കും. അവിടെ എല്ലാം നമ്മൾക്ക് ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. കലികാലത്തിൽ ആരും പഠിപ്പിക്കുന്നില്ല. എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളുടെ ഇന്ദ്രിയ നിർവഹണം എങ്ങനെ നന്നായി ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും മികച്ചതായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ 25 വയസ്സ് വരെ അങ്ങനെ കഴിയും. 25 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത 50 വയസ്സ് വരെ എന്താണ്? വിവാഹം, അതായത് ഓപ്പോസിറ്റ് സെക്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ നിർവഹണം ഏതിൽ കൂടെയാണ് സാധിക്കുന്നത്? അടുത്ത ഒരു പടിയാണ് ജീവിതത്തിലേത്. വിവാഹം, കുട്ടികൾ, അങ്ങനെ അതിനകത്തും നമുക്ക് സമയമില്ല. ഈ ഒരു
ഈ ഒരു ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. 50 വയസ്സ് കഴിയുമ്പോഴോ 50 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മളുടെ മക്കളുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ഇരുന്നിട്ട് എന്ത് സംഭവിക്കും? അതിനും സമയമില്ലാതാകും. അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാരായി മാറും. അവസാനം 50 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സാകുമ്പോൾ എണീറ്റ് നടക്കാനോ ചിന്തിക്കാനോ പറ്റുകയില്ല. കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്ന് പറയും. 60 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ചില കാര്യങ്ങൾ മറന്നുപോകും. ശ്ലോകങ്ങൾ പഠിച്ചാൽ ഓർമ്മയിരിക്കത്തില്ല. എന്താണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പലതരം കാര്യങ്ങൾ കൊണ്ട് ഉപദ്രുതമായിട്ട് മനസ്സിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇതെല്ലാം വായിക്കാൻ എവിടെയാണ് നമുക്ക് സമയമുള്ളത്? അതുകൊണ്ടാണ് സൂത ഗോസ്വാമിയോട് അവർ പറയുന്നത്, വളരെ വർഷങ്ങളിലൂടെയുള്ള ആ അഭ്യസനത്തിലൂടെ മാത്രമേ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഭൂരിണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശ അഥ സാധോത്ര യത്. എന്താണ് അല്ലയോ സാധു? യത് സാരം സമുദ്രത്യ. എന്താണ് വേണ്ടത് ഞങ്ങൾക്ക്? യത് സാരം സമുദ്രത്യ. എന്താണ്? ആകയാൽ അല്ലോ മുനിവര്യ, സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി ഈ സർവവേദശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസത്ത എന്തെന്ന് ദയവായി വിശദമാക്കിയാലും. അതാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ്? പൂർണ്ണവും ശ്രേയസ്കരവുമായിട്ടുള്ളത് എന്താണ് എന്ന് ആദ്യം ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 1 9ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചു. 10ാമത്തെ ശ്ലോകത്തിൽ അത് ഒരുപാട് വിവരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കലികാലത്ത് 5 ദോഷങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അതുകൊണ്ട് അങ്ങ് ഇത് വിവരിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല. സോ ഞങ്ങൾക്ക് എന്ത് വേണം? ഇതിന്റെ സാരം സമുദ്രത്യ. എന്താണ്? വാട്ട് ഈസ് ദി എസെൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ്? ഈ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം സമുദ്രത്യ. എന്താണ് പറയുന്നത്? അല്ലയോ മുനിവരിയ, എന്താണ് ഈ സർവ വേദശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസത്ത എന്താണ് എന്ന് പറഞ്ഞാലും. യെസ്, വിശിഷ്ട അന്തസത്ത എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാലും. രണ്ടാമത്തെ ചോദ്യം നമ്മൾ കേട്ടു. ആദ്യത്തെ ചോദ്യം എന്താണ്? അൾട്ടിമേറ്റ് ഗുഡ്, പൂർണ്ണവും പരമവുമായിട്ടുള്ള ലക്ഷ്യം, ശ്രേയസ്കരമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ പൂർണ്ണവും ശ്രേയസ്കരവുമായിട്ടുള്ള കാര്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എസെൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ്, ഈ വേദസാഹിത്യങ്ങളുടെ എല്ലാം സാരം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നാലും. അടുത്ത ചോദ്യം 12ാമത്തെ ശ്ലോകത്തിലുണ്ട്. യെസ്, 12ാമത്തെ ശ്ലോകം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. അവര് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ വേദങ്ങളിലെല്ലാം വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കലികാലത്തിലെ ആൾക്കാരുടെ ജീവിത ആയുസ് കുറവായതുകൊണ്ടും അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടും അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരാള്, ആരാണ്? സ്വയം പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ, ഇവിടെ ഈ ഭഗവാൻ വന്നിട്ട് ആധ്യാത്മിക ലോകത്ത് നിന്നും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. ആരുടെ പുത്രനായിട്ട്? ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലയോ സൂത ഗോസ്വാമി, വസുദേവ തനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകി ഗർഭത്തിൽ ആവിർഭവിച്ചതിൻ്റെ മുഖ്യ ഉദ്ദേശ്യം എന്താണ്? ഇതാണ് 3ാമത്തെ ചോദ്യം. പരമവും ശ്രേയസ്കരവുമായതെന്ത്? സാരം സമുദ്രത്യം, എല്ലാത്തിൻ്റെയും എസെൻസ് അല്ലെങ്കിൽ വേദങ്ങളുടെ എല്ലാം സാരം എന്താണ്? അല്ലെങ്കിൽ വൈദിക സാഹിത്യങ്ങളുടെ എല്ലാം സാരം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീസൺ ഫോർ കൃഷ്ണാസ് അപ്പിയറൻസ്. ആ പരമദിവ്യോത്തമ പുരുഷൻ എന്തിനാണ് ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത്? 3ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലയോ സൂത ഗോസ്വാമി, സൂത ജാനാതി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, അദ്ദേഹം ശുദ്ധഭക്തന്മാരുടെ സംരക്ഷകനാണ്. സാത്വതാം പതി എന്നതിന്റെ അർത്ഥം അതാണ്. പതി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, സാത്വതാം പതി എന്ന് പറഞ്ഞാൽ ശുദ്ധഭക്തന്മാരുടെ സംരക്ഷകൻ. അദ്ദേഹം ദേവക്യാം വസുദേവസ്യ, ദേവകിയുടെയും
വസുദേവരുടെയും ജാതോ യസ്യ ചികീർഷയ, എന്താണ് അദ്ദേഹം വന്ന് ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ പ്രതിപാദിച്ചത് കൊണ്ട് സൂത ഗോസ്വാമിയോട് ആ മഹർഷിമാർ പറയുന്നു, ഞങ്ങൾ പ്രത്യേകിച്ചും ആരെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി തൽപരരാണ്. ആരെക്കുറിച്ച് കേൾക്കാൻ തൽപരരാണ്? ഇപ്പോൾ വന്നിട്ട് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ദേവകിയുടെയും വസുദേവന്റെയും പുത്രനാണ്. അതാരാണ്? സത്വതാംപതി. അതാരാണ്? പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഞങ്ങൾ അത്രയധികം തൽപരരാണ് എന്ന് അവരുടെ ആ ഒരു ആത്മാർത്ഥതയെ സൂത ഗോസ്വാമിയുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. അതിന് കാരണമുണ്ട്, അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ഭഗവാന്റെ നാമങ്ങൾ അതും ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് അത് കേൾക്കുന്നത് എന്ന് പറയുന്നത് പ്രത്യേകതയുള്ളതാണ്. ഇത് നമ്മളോടും കൂടി, അതായത് ഭാഗവതം വായിക്കാൻ പോകുന്ന നമ്മളോടും കൂടി അവർ പറഞ്ഞു തരികയാണ്. 13ാമത്തെ ശ്ലോകം എന്താണ്? 13ാമത്തെ ശ്ലോകത്തില് പറയുന്നത് ഭക്തന്മാരിൽ നിന്നും അല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിന്റെ പ്രത്യേകത അതും ആ നാമം ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകതയാണ് അവർ പറയുന്നത്. എന്താണ്? ശ്ലോകം 13. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഇവിടെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വാക്കുണ്ട്. സൂത ഗോസ്വാമിയെ ആ ഒരു ഉന്നത ആസനത്തിൽ ഇരുത്തിയിട്ട് ഇവർ താഴെ ഇരുന്ന് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ സൂത ഗോസ്വാമി അവരുടെ ഹൃദയത്തിൽ ആരാണ്? അംഗ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? തന്ന ശുശ്രൂഷമാണാനാം അർഹസി അംഗ. അംഗ എന്ന് പറഞ്ഞാല് അംഗം, നിങ്ങൾക്കറിയാം മലയാളത്തിലെ വാക്കാണ് അംഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ സൂത ഗോസ്വാമി അവർ അങ്ങനെ വിളിക്കാൻ കാരണം ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് സംസ്കൃതത്തില് ഹൃദയത്തോട് വളരെ ചേർന്നിരിക്കുന്ന ആളെ വിളിക്കുന്നതാണ്. സ്വന്തം ശരീരത്തിന്റെ ഒരു അംഗം എന്ന രീതിയിലാണ് അയാളെ നമ്മൾ കാണുന്നത്. അത്ര പ്രിയപ്പെട്ടവനാണ് അയാൾ എന്നാണ്. പരീക്ഷിത് മഹാരാജാവിനെ ശുകദേവ് ഗോസ്വാമി അംഗ എന്ന് വിളിക്കുന്നുണ്ട്. വേറെ പല ചോദ്യകർത്താക്കളും ഉത്തരം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളെ അംഗ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതാണ്, സ്വന്തം ശരീരത്തിന്റെ ഒരു അംശത്തെ പോലെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പോലെ വളരെയധികം പ്രിയപ്പെട്ടവനാണ് എന്ന്. എന്നിട്ട് അല്ലയോ അങ്ങനെ പ്രിയപ്പെട്ടവനായ സൂത ഗോസ്വാമി ചോദിക്കുന്നു അവര്, ഓ സൂത ഗോസ്വാമി, പരമദിവ്യോത്തമ പുരുഷനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ച് അറിയാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരാണ്. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗ അനുവർണിതും. പക്ഷേ അങ്ങ് പറയുന്നത് അനുവർണിതും എന്നാണ് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. എന്താണ്? ശ്രവണ കീർത്തനത്താൽ ഒരാളെ ഉദ്ധതമാക്കുന്ന പൂർവാചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി വിവരിച്ചു തന്നാലും. എന്താണ് അനുവർണിതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അനുവർണിതും, ഞങ്ങൾ വളരെ കേൾക്കാൻ വേണ്ടി വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ഗുരുവിൽ നിന്നും അല്ലെങ്കിൽ അങ്ങയുടെ ആചാര്യന്മാരിൽ നിന്നും അങ്ങേക്ക് കിട്ടിയ ആ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അനുവർണിതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇവിടെയാണ് നമ്മൾ എന്താണ് കഴിഞ്ഞ തവണ പറഞ്ഞത്, ഈ ജം അല്ലെങ്കിൽ ഒരു രത്നം, ഈ വൈദിക സാഹിത്യങ്ങളുടെ എസെൻസ് അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു രത്നമാണ്. ആ രത്നത്തെ എന്ത് ചെയ്യാൻ പാടില്ല? അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കേണ്ട രത്നമല്ല, അതിനെ തുറന്ന് എല്ലാവർക്കും വിതരണം ചെയ്ത് സൂക്ഷിക്കേണ്ട രത്നമാണ്. അതാണ് ഈ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. ആര്? സൂത ഗോസ്വാമിയെ പോലുള്ള ആചാര്യന്മാര്, ശൗനകാദി ഋഷികളെ പോലുള്ള മഹർഷിമാര് അദ്ദേഹത്തോട് പറയുകയാണ്, അംഗ അനുവർണിതും, അതായത് അങ്ങയുടെ ആചാര്യന്മാരിൽ നിന്നും കേട്ടത് അനുവർണിതും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന്. ഒരിക്കലും വൈദിക സാഹിത്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി അനുസരിച്ച് അതിനകത്ത് മാനിപ്പുലേഷൻസ്, അതായത് അതിനകത്ത് തിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ വരുത്തി നമ്മൾക്ക് പറയാൻ പാടില്ല.
അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ വിജ്ഞാനം, ഞാൻ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വൈദിക സാഹിത്യങ്ങളിലെ ഒരു നിർദ്ദേശം വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഗുണം, ഇതെല്ലാം വന്നിട്ട് ഈ വിജ്ഞാനം എന്ന് പറയും. പ്രാവർത്തികമാക്കിയപ്പോൾ അത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേശകാല പാത്രം, അതായത് ഈ സമയം അല്ലെങ്കിൽ ദേശം, നമ്മൾ ജീവിക്കുന്ന സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാട്, കാലം, ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് പാത്രം, അതായത് നമ്മൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ മൂഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വീകരിക്കാനുള്ള ആ ഒരു ക്ഷമത, ഇതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തുന്നത് ആ ഒരു വൈദിക സാഹിത്യങ്ങളിലുള്ള കാര്യങ്ങളെ വന്നിട്ട് നമ്മൾക്ക് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ നമ്മൾക്ക് ഉണ്ടായ വിജ്ഞാനം എന്ത് ചെയ്യുന്നു? ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ് ഈ അനുവർണിതം എന്നതിൻ്റെ അർത്ഥം. ആചാര്യന്മാരെല്ലാം ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഓരോ ശ്ലോകങ്ങൾക്കും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിനെ പോലെയുള്ള ആചാര്യന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ എന്താണ്? അവർ വന്നിട്ട് വ്യാസദേവന്റെ ആ ഒരു കപ്പാസിറ്റി, അതായത് അത്രയധികം വ്യാഖ്യാനങ്ങൾ ഒരേ ഒരു ശ്ലോകത്തിന് പറയാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് നമ്മൾ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യതഃ എന്ന് പറയുന്ന ആ ശ്ലോകത്തിന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ 5 വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. വ്യാസദേവൻ അത്രയധികം എക്സ്പെർട്ടാണ്. കാരണം എന്താണ്? ഇനി ഒരാൾ ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ 5 തരത്തിൽ അതിനെ വിശദീകരിക്കാൻ തക്കവണ്ണമുള്ള ജ്ഞാനം ആ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പക്ഷെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരിക്കലും ആ വ്യാസദേവന്റെ പറഞ്ഞ ആ ശ്ലോകത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടില്ല. അതിനെ കൂടുതൽ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനം എഴുതുമ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെയും ശൗനകാദി ഋഷിമാർ സൂതഗോസ്വാമിയോട് പറയുന്നത്, ആ നിർദ്ദേശങ്ങളെ വ്യക്തമാക്കി പറയൂ, സവിസ്തരമാക്കി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ. യസ്യ അവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ, ലോകത്തിലുള്ള ആൾക്കാരുടെ ക്ഷേമത്തിനും ഭവായ, അവരെ ഉദ്ധതമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനുമായിട്ട് ഭഗവാൻ വന്നിട്ട് ഇവിടെ ദേവകിയും വസുദേവരുമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭഗവാൻ ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട് അവതരിച്ചതിൻ്റെ അത് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. അവരുടെ ഈഗർനെസ് ആണ്. അതായത് ഈ ഒരു പ്രവക്താവിന്റെ അടുത്ത് പ്രവക്താവ് അവിടെ ഇരിക്കുമ്പോൾ കൂടെയുള്ള അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾക്കാര് കേൾക്കാൻ എത്രത്തോളം തൽപരരാണ് എന്ന പ്രവക്താവിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ വളരെയധികം വളരെയധികം എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് കേൾക്കാൻ തൽപരരായിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മളുടെ ആ ജ്ഞാനം വന്നിട്ട് പകർന്നു തരാൻ വളരെയധികം സന്തോഷവുമായിരിക്കും. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെയധികം താല്പര്യമുണ്ട്. കാരണം എന്താണ്? ആ താല്പര്യത്തിന്റെ കാരണമാണ് 14ാമത്തെ ശ്ലോകത്തിൽ അവർ പറയുന്നത്. 14ാമത്തെ ശ്ലോകം, ആപന്ന സംസ്കൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ആപന്ന സംസ്കൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ആപന്ന സംസ്കൃതി ഘോരാം. ആപന്ന എന്ന് പറഞ്ഞാൽ കുരുക്കിലകപ്പെട്ടിരിക്കുന്നത്. സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസാര ചക്രം. അതും സാധാരണ കുരുക്കല്ല, ഘോരമായ കുരുക്കാണ്. ഘോരമായ കുരുക്ക് അല്ലേ? അതിന്റെ ഭാവാർത്ഥം ആപന്ന സംസ്കൃതി ഘോരാം. കുരുക്കിൽപ്പെട്ട അടുത്ത പേജ്, ആപന്ന സംസ്കൃതിം ഘോരാം യൻ നാമ, ആരുടെ നാമം ജപിച്ചാലാണ് വിവശോ ഗൃണൻ. അതായത് വിവശ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയില്ലാതെ ജപിച്ചാൽ പോലും
ഗൃണൻ എന്ന് പറഞ്ഞാൽ ജപിക്കുക, ജപിച്ചാൽ പോലും എന്താണ് സംഭവിക്കുന്നത്? തഥ സദ്യോ വിമുച്യേത, ഒട്ടും താമസിയാതെ ഈ ഭയങ്കര ഘോരമായിട്ടുള്ള ഈ ഒരു സംസ്കൃതി, അതായത് സംസാര ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റും. കാരണം ആ നാമം എന്ന് പറയുന്നത് യത് ബിഭേതി സ്വയം ഭയം. സ്വയം ഭയം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന എന്ത് സാധനമാണെങ്കിലും ആ നാമത്തിന്റെ മുന്നിൽ ഭയപ്പെട്ടു നിൽക്കും എന്നാണ് പറയുന്നത്. ആപന്ന സംസ്കൃതിം ഘോരാം യൻ നാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യത് ബിഭേതി സ്വയം ഭയം. നിങ്ങൾ മുകുന്ദമാല സ്തോത്രം കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നാമത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും സംസാര ചക്രത്തെക്കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് ഒരു ശ്ലോകത്തിൽ അദ്ദേഹം കുലശേഖര ആൾവാർ പറയുന്നു. ഹേ മർത്യ പരമം ഹിതം ശൃണുത വോ വക്ഷ്യാമി സംക്ഷേപതഃ സംസാരാർണവം ആപദൂർമി ബഹുലം സമ്യക് പ്രവശ്യ സ്ഥിതഃ നാനാജ്ഞാനമവാപ്സ്യ ചേതസി നമോ നാരായണായേത്യമും മന്ത്രം സ പ്രണവം പ്രണാമസഹിതം പ്രാവർത്തയത്വൻ മുഹുഹു. എന്താ പറയുന്നത്? ആ കുലശേഖര ആൾവാർ പറയുന്നത്, നമ്മൾ വളരെയധികം കാര്യമായിട്ട് വളരെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? സംസാര ആർണവം, വലിയൊരു കടല് പോലെയാണ്. ആപത് ഊർമി ബഹുലം, അതിനകത്ത് ഈ ബഹുലമായിട്ടുള്ള വളരെയധികം തിരമാല അടിച്ച് ഉയരുന്ന പ്രക്ഷുബ്ധമായ കടല് പോലെയാണ് എന്താണ് സംസാര ആർണവം. ആപതൂർമി ബഹുലം. പക്ഷെ നമ്മളെവിടെയായിരിക്കുന്നത്? സമ്യക് പ്രവശ്യ സ്ഥിത, വളരെ സ്റ്റേബിൾ ആയിട്ട് എൻ്റെ അടിത്തട്ടിൽ പോയിരിക്കുകയാണ്. മുങ്ങി ഏറ്റവും അടിത്തട്ടിൽ പോയിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ചാൻസ് എന്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലിരിക്കുകയാണ് ഈ പ്രക്ഷുബ്ധമായ കടലിൻ്റെ അടിയിൽ. എന്താണ്? ജ്ഞാനം അവാപ്സ്യ, എല്ലാ ജ്ഞാനങ്ങളും എടുത്തു മാറ്റി വെച്ചുകൊള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ ആകെ ഒന്നേ പരിപാടിയുള്ളൂ. ചേതസി നമോ നാരായണ ഏദ്യമും. കുലശേഖര ആൾവാർ നാരായണന്റെ, അതായത് ഭയങ്കര വൈഷ്ണവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, നമോ നാരായണായ എന്ന മന്ത്രം ആണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എനിക്ക്. മന്ത്രം സ പ്രണവം പ്രണാമ സഹിതം. പ്രണവം ഓം നമോ നാരായണായ എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈ നാമം മാത്രമേ, ആരുടെ നാമം? നാരായണന്റെ, ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കാലത്തിനനുസരിച്ച് നമ്മളുടെ ആചാര്യന്മാർ ഏത് നാമം പറഞ്ഞു തന്നിരിക്കുന്നോ അതാണ് നമ്മൾ ജപിക്കേണ്ടത്. നമുക്ക് തോന്നുന്ന നാമമല്ല നമ്മൾ ജപിക്കേണ്ടത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കുലശേഖര ആൾവാർ അദ്ദേഹത്തിന്റെ വൈഷ്ണവ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നാമം എന്ന് പറയുന്നത് ഓം നമോ നാരായണായ. അതുകൊണ്ടാണ് ആ മുകുന്ദമാല സ്തോത്രത്തിൽ അദ്ദേഹം പറയുന്നത്, മന്ത്രം സ പ്രണവം പ്രണാമ സഹിതം പ്രാവർത്തയത്വൻ. വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ആ നാമം ജപിക്കൂ. ഇത് മാത്രമേ ഈ ഒരു ആപദൂർമി ബഹുലമായിട്ടുള്ള സംസാര സാഗരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഇതുള്ളൂ. ഇവിടെയും അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്വയം വ്യക്തിസ്വരൂപം പൂണ്ട ഭയം, കൊടും ഭീതിയോടെ ചിന്തിക്കുന്ന കൃഷ്ണന്റെ പവിത്ര നാമം. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവർ പറയുന്നത്. ബോധപൂർവം അല്ലാതെ ജപിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ പോലും ജനിമൃതി ആവർത്തനചകമാകുന്ന ഘോര പ്രതിബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ജീവാത്മാക്കൾ തൽക്ഷണം സ്വതന്ത്രമാക്കപ്പെടുന്നു. നമ്മൾ സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നോക്കൂ, ബോധപൂർവമല്ലാതെ എന്ന് എഴുതിയേക്കുന്നു. ബോധപൂർവമല്ലാതെ ജപിച്ചതാരാണ്? ഭാഗവതത്തിൽ തന്നെ നമുക്ക് വളരെയധികം കേൾവി കേട്ട ഒരാളുണ്ട്. അജാമിള ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ കഥ 6ാമത്തെ ക്യാൻഡോയിൽ വരും. അത് നമ്മൾ കേൾക്കും. അപ്പോൾ അവിടെ അദ്ദേഹം മകനെ വിളിച്ചത്, ആരെയാണ് വിളിച്ചത്? മകനെയാണ് വിളിച്ചത്. മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ പുത്രൻ, വളരെയധികം സ്നേഹമുള്ള, അദ്ദേഹത്തോട് വളരെയധികം സ്നേഹമാണ്. ആ പുത്രനെ നാരായണ എന്ന നാമത്തിലാണ് വിളിക്കുന്നത്. അദ്ദേഹം ജീവിതകാലം അദ്ദേഹം ആ കുട്ടി ഉണ്ടായതിനു ശേഷം, പേരിട്ടതിന് ശേഷം ഒരുപാട് തവണ സ്നേഹത്തോടു കൂടി പുത്രനെയാണ് വിളിച്ചത്. നാരായണ 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 എന്ന് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്.
പുത്രനെ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈശ്വരനെയാണ് എന്ന് വിചാരിച്ചിട്ടല്ല വിളിക്കുന്നത്, അറിയാതെയാണ്, ബോധപൂർവം അല്ലാതെയാണ് ജപിക്കുന്നത്. ഇനി ആ നാരായണ എന്ന നാമം പിന്നെ അജാമിളൻ ജപിക്കുന്നത് എപ്പോഴാണ്? അത് വളരെ സ്നേഹത്തോടു കൂടി വളരെ അറ്റൻറ്റീവായിട്ട് തന്നെയാണ് നാരായണന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജപിക്കുകയാണ് എന്ന് അജാമിളൻ അറിയില്ല, ബോധപൂർവം അല്ലാതെയാണ് ജപിക്കുന്നത്. പക്ഷെ ഏറ്റവും അവസാനം മരണക്കിടക്കയിൽ യമദൂതന്മാരെ കണ്ട് പരിഭ്രമിച്ചിരിക്കുന്ന അവസരത്തിൽ ആങ്ഷ്യസ് ആയിട്ട്, വളരെയധികം ആങ്ഷ്യസ് ആയിട്ട് നാരായണ എന്ന് വിളിച്ചു. 2 തരത്തിൽ വിളിച്ചു. ഒന്ന് ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് എന്ത് വിളിച്ചു, വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചു. പക്ഷെ മരണക്കിടക്കയിൽ ആ ആങ്ഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ഇരിക്കുന്ന സമയത്തും ആരെ തന്നെയാണ് വിളിച്ചത്? നാരായണ തന്നെയാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എത്ര കൊടും പാപം നിങ്ങൾ ചെയ്താലും ഒറ്റ തവണ നിങ്ങൾ നാമം ജപിച്ചാലെന്നല്ല, ഒറ്റ തവണ നിങ്ങൾ ആത്മാർത്ഥമായി നാമം ജപിച്ചാലെന്നാണ്. ഒരു തവണ നാമം ജപിച്ചാൽ എല്ലാം പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു തവണ ആത്മാർത്ഥമായി നാമം ജപിച്ചാൽ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാമം ജപിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ആങ്ഷ്യസ് ആയിട്ട് നാമം ജപിക്കുമ്പോൾ അത് ബോധപൂർവം അല്ലാതെ ആണെങ്കിൽ കൂടി നാരായണ എന്ന പേര് ആരുടെയാണ്? യഥാർത്ഥത്തിൽ അത് പരമദിവ്യോത്തമ പുരുഷന്റെയാണ്. കുട്ടിക്ക് രണ്ടാമതേ ആ പേര് വരുന്നുള്ളൂ. അജാമിളന്റെ മകന് നാരായണ എന്നുള്ള പേര് ഭഗവാന്റെ പേര് ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ഭഗവാനാണ് നാരായണ എന്ന പേരിന്റെ ആദ്യത്തെ അവകാശി. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ബോധപൂർവം അല്ലാതെ പോലും ജപിച്ച ആളുടെ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളെയും മുക്തനാക്കി വിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? യമദൂതന്മാരെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നാരായണ എന്ന നാമം ജപിച്ചതുകൊണ്ട് 4 വിഷ്ണുദൂതന്മാരെ കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ബുദ്ധിമുട്ടേറിയ ആ ഒരു സമയത്തിൽ നിന്നും രക്ഷിച്ചു. പക്ഷേ അത്ര പ്യോർ ആയാൽ മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുകയുള്ളൂ? തിരിച്ചു ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഈ ഒരു പ്യോറായി, പക്ഷെ അദ്ദേഹത്തിന് പരിശുദ്ധ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. വീണ്ടും അദ്ദേഹത്തിന് ഒരു ജന്മം കൊടുത്തു ഭഗവാൻ. അദ്ദേഹം ആ ഒരു നാമത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സമയത്തെ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം വന്നിട്ട് ഇത് വളരെ വിശ്വാസത്തോടു കൂടി, കംപ്ലീറ്റ് ഫെയ്ത്തോടു കൂടി അദ്ദേഹം വീണ്ടും നാമം ജപിച്ചു. അങ്ങനെയുള്ള നാമജപം കൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഭക്തനായി മാറി. അവസാനം അദ്ദേഹത്തെ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു തന്റെ വൈകുണ്ഠധാമത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ അവിടെ കേൾക്കുന്നു. അപ്പൊ ഇവിടെ സൂത ഗോസ്വാമിയോട് അവർ പറയുകയാണ്, ബോധപൂർവമലിയൻ നാമ വിവശോ ഗൃണൻ. അപ്പൊ പിന്നെ നോക്കൂ, അല്ലയോ സൂത ഗോസ്വാമി, ഞങ്ങള് ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ, അഥവാ ഇത് വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ ബോധപൂർവം അല്ലാതെയാണ് ആ നാമം കേൾക്കുന്നതെങ്കിലും അവർക്ക് എന്താണ്? അവർക്ക് നന്നായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇനി വീണ്ടും പറയുന്നു, ഭാഗവതത്തിൽ തന്നെയാണ് പറയുന്നു, അജാമിള ബ്രാഹ്മണന്റെ കഥ പറയുന്ന ആ ഒരു അവസരത്തിൽ പറയുന്നു, ഇതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും കൂടെ കേൾക്കാം. മ്രിയമാണോ ഹരേർ നാമ ഗൃണൻ പുത്രോപചാരിതും അജാമിളോപ്യഗാധാമ കിം ഉത ശ്രദ്ധയാ ഗൃണൻ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, അജാമിള ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പ്രവക്താവ് നമ്മളോട് ചോദിക്കുകയാണ്, മ്രിയമാണോ ഹരേർ നാമ ഗൃണൻ പുത്രോപചാരിതും. പുത്രൻ എന്ന് വിചാരിച്ചിട്ട് ഹരേർ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അജാമിളോപ്യഗാധാമ, അജാമിളൻ എന്ത് ചെയ്തു? വൈകുണ്ഠധാമത്തിൽ എത്തിച്ചേർന്നു. കിമുത ശ്രദ്ധയാ ഗൃണൻ, ശ്രദ്ധയോടെ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അജാമിളൻ എങ്ങനെ ജപിച്ചു? പുത്രോപചാരിതും, പുത്രനെ വിചാരിച്ചു ജപിച്ചു. അജാമിളോപ്യഗാധാമ, അദ്ദേഹത്തിന് വൈകുണ്ഠധാമത്തിൽ പോകാൻ കഴിഞ്ഞു. കിമുത ശ്രദ്ധയാ ഗൃണൻ, പിന്നെ നമ്മൾ ശ്രദ്ധയോടെ ജപിച്ചാൽ എന്തുകൊണ്ട് പോകാൻ കഴിയില്ല
എന്ന് അവിടെ ചോദിക്കുന്നു. അത് നമുക്ക് കാണാം. നമ്മൾ ആറാമത്തെ സ്കന്ധത്തിൽ എത്തുമ്പോൾ അജാമിള ബ്രാഹ്മണനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കും. ഇനിയും അപ്പോൾ ഈ മഹർഷിമാർ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചും കൃഷ്ണനാമത്തെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. അടുത്ത ശ്ലോകം 15-ാമത്തെ ശ്ലോകം. 15-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? സൂത ഗോസ്വാമിയോട് അവര് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ട് ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട് അവതരിച്ചു എന്ന 3-ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് അവർ 2-3 ശ്ലോകങ്ങളിൽ എന്ത് പറയുന്നു? ശൗനകാദി ഋഷിമാർ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. കാരണം ഈ ഭൗതിക സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നാമം. അതും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം. അത് നമ്മൾ കുലശേഖര ആൾവാറിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ കൂടുതൽ ഉറപ്പുള്ളതാക്കി നമ്മളോട് പറഞ്ഞു. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ, ഇനി ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അറിയാതെ ജപിച്ചാൽ പോലും നമ്മൾക്ക് ഉന്നമനം ലഭിക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, അതായത് ശ്രീകൃഷ്ണനെ കുറിച്ച് പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇനി 3-ാമത് ഒരു കാര്യം അവർ പറയുന്നത്, ആരിൽ നിന്നാണ്? എല്ലാവരും ശ്രീകൃഷ്ണനെ കുറിച്ച് പറയും. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ യത്പാദ സംശ്രയാ സുത മുനയ പ്രശമായന സത്യ പുനന്ത്യുപസ്പൃഷ്ട സ്വർത്ഥന്യുപോ അനുസേവയ. ഇവിടെ ആരുടെ കയ്യിൽ നിന്ന് കേൾക്കണം ആ നാമം? വെറുതെ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും കേട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാവുകയില്ല. ആരുടെ കയ്യിൽ നിന്ന് കേൾക്കണം? അല്ലയോ സൂത ഗോസ്വാമി, ഭഗവാന്റെ പാദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ച മുനിശ്രേഷ്ഠന്മാർ തൽക്ഷണം തന്നെ അവരുമായി സംസർഗത്തിലേർപ്പെടുന്നവരെ പവിത്രീകരിക്കുന്നു. അതേസമയം ദീർഘകാലം ഗംഗാസ്നാനം ചെയ്താൽ മാത്രമേ ഒരാൾ പരിശുദ്ധമാക്കപ്പെടുന്നുള്ളൂ. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? ഡിവോട്ടീസ് അല്ലെങ്കിൽ ഭക്തന്മാരുടെ പ്രത്യേകതയാണ് പറയുന്നത്. നാമത്തെക്കുറിച്ച് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞു, അത് അറിയാതെ ജപിച്ചാൽ പോലും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ആരുടെ കയ്യിൽ നിന്നും കേൾക്കണം ആ നാമം? ആരോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആരോട് അസോസിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരുടെ സംഘത്തിലിരിക്കണം? ഭക്തന്മാരുടെ സംഘത്തിലിരിക്കണം. അതിന് ഈ ശ്ലോകങ്ങൾക്ക് എല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇവരിത് വെറുതെ പറയുന്നതല്ല. വ്യാസദേവൻ ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ വെറുതെ എഴുതി വെക്കുന്നതല്ല. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അർത്ഥമുണ്ട്. എന്തിനാണ് അവർ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ ശ്ലോകം, ഈ വാക്ക് ഉപയോഗിച്ചത്? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. എന്താണ് പറയുന്നത്? യത്പാദ സംശ്രയാ സൂത, അല്ലയോ സൂത ഗോസ്വാമി, ആരുടെ ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള മുനിമാർ, അതായത് മുനിശ്രേഷ്ഠന്മാരെന്ന് ഇവിടെ പറയുന്നത് ഡിവോട്ടീസ് അല്ലെങ്കിൽ ഭക്തന്മാരെന്ന് എടുക്കാം. പ്രസമായന എന്ന് പറഞ്ഞാൽ ഭഗവത് സേവനത്തിൽ മുഴുകിയവര് എന്നാണ് അർത്ഥം. സദ്യ പുനന്തി ഉപസ്പൃഷ്ട, പെട്ടെന്ന് തന്നെ പുനന്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പവിത്രീകരിക്കപ്പെടുക, പരിശുദ്ധമാക്കപ്പെടുക. ഉപസ്പൃഷ്ട, അവരുടെ സംസർഗത്തിൽ കൂടി. ആർക്കു പോലും അങ്ങനെ എളുപ്പത്തിൽ നമ്മളെ പവിത്രീകരിക്കാൻ കഴിയുകയില്ല. സ്വർധുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി എന്നാണ് അർത്ഥം. ആപ ജലം. അപ്പൊ സ്വർധുനി ആപോ അനുസേവയ, ആ പവിത്രമായ ഗംഗാജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതീത പാവനി, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളെയും എന്ത് ചെയ്യാൻ കഴിവുള്ളവളെന്നാണ്, കഴുകിക്കളയാൻ കഴിവുള്ളവൾ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൾ എന്നാണ് ഗംഗാജലത്തിന്റെ പ്രത്യേകത. പതീത പാവനി എന്നാണ് ഗംഗയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പാപങ്ങളെല്ലാം പരിശുദ്ധമാക്കപ്പെടും. പക്ഷേ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെടുന്നതും ഭക്തന്മാരുടെ സംസർഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഗംഗാജലം, രണ്ട് ഭക്തന്മാർ. ഇതിൽ ആരാണ് മികച്ചവർ, അല്ലെങ്കിൽ മികച്ചവർ എന്നല്ല, പവിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയുള്ളവർ എന്ന് ഇവിടെ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാർ പറയുന്നു. രണ്ട് തരത്തിൽ. ഒന്ന് ഗംഗാജലം. ഗംഗാജലം എന്ന് പറഞ്ഞാൽ പതീത പാവനി, അതായത് ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകി മാറ്റപ്പെടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പാപങ്ങളെല്ലാം തീർന്നാലും പാപം ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ഒരു എന്താണ്, പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഗംഗാജലത്തിന്, ചെയ്ത പാപത്തിനെ എല്ലാം നശിപ്പിക്കാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷേ പാപം ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിപത്തിയെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, മാറ്റാൻ പറ്റുകയില്ല. പക്ഷേ സദ്യ പുനന്തി ഉപസ്പൃഷ്ട സ്വർധന്യു ആപോ അനുസേവയ. ഈ സ്വർധന്യു ആപോ അനുസേവയ, ഗംഗാജലത്തിന് പറ്റാത്ത ഒരു കാര്യമുണ്ട്. യത് പാദ സംശ്രയാ സൂത മുനയ പ്രശമായന. ഭക്തന്മാരോടുകൂടി ചേർന്നിരുന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? ഭക്തന്മാരോടുകൂടി ചേർന്നിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള പ്രതിപത്തിയെ കൂടി അവരില്ലാതെയാക്കും. അതുകൊണ്ട് ഗംഗാ സ്നാനം ചെയ്യുന്നതിനേക്കാൾ പവിത്രമാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ചെറിയ ഒരു സത്സംഗം. ഉടനെ തന്നെ, അല്ലെങ്കിൽ ആ ചെറിയ ഒരു സത്സംഗത്തിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ് 1/11 ഒരു സാധുസംഗത്തിൽ ഇരുന്നാൽ മതി. സാധുസംഗ സർവശാസ്ത്രക്കായ ലവമാത്ര സാധുസംഗ സർവസിദ്ധി ഹോയെ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യവും കൂടി മനസ്സിലാക്കുന്നു ഞങ്ങൾ. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് കൃഷ്ണനാമം പറഞ്ഞു തരണം. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങ് പരിശുദ്ധ ഭക്തനാണ്. അങ്ങേക്ക് ശ്രീകൃഷ്ണ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ശ്രീകൃഷ്ണനാമ അങ്ങയുടെ പാദത്തിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് കണ്ടു. എന്താണ്? ഒന്ന് വന്നിട്ട് പരമവും പൂർണ്ണവുമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കാര്യം. രണ്ടാമത്തേത് എല്ലാ വേദങ്ങളുടെയും സാരം സമുദ്രത്യം, എല്ലാത്തിൻ്റെയും സാരം. മൂന്നാമത്തേത് കൃഷ്ണ എന്തിനാണ് ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട് ജനിച്ചത്. കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൃഷ്ണന്റെ നാമത്തെക്കുറിച്ച്, ആ നാമം അറിയാതെ ജപിച്ചാൽ പോലും നല്ലതാണ്. പിന്നെ ആ നാമം ആരുടെ കയ്യിൽ നിന്ന് കേട്ടാൽ, അല്ലയോ സൂത ഗോസ്വാമി, ഭഗവാനിൽ വന്നിട്ട് അനുരക്തരായിരിക്കുന്ന പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കേട്ടാൽ അധികം നല്ലതാണ്. അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് അവരൊരു ചെറിയ ഇടവേള ഇട്ടിട്ട് ഈ ഭാഗവതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ്, അടുത്ത 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെയും നാമത്തിന്റെയും ഭക്തന്മാരുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.